പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കാണ്. കഴിഞ്ഞ ദിവസം ഈ ചിത്രത്തിൻ്റെ സ്കെച്ച് പബ്ലിഷ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത് കളർ ചെയ്ത് എൻ്റെ ചാനൽ വഴി പബ്ലിഷ് ചെയ്യുമെന്ന്. അത് പ്രകാരം സഹൃദരായ എൻ്റെ എല്ലാ സുഹൃത്തുക്കളുമായി ഈ ചിത്രം സമർപ്പിക്കുന്നു. മുൻപ് പറഞ്ഞതുപോലെ 14 വർഷങ്ങൾക്ക് ശേഷം യാതൊരു പ്രിപ്പറേഷനുമില്ലാതെ വരയ്ക്കുന്നതാണ്. ഇതിനെനിക്ക് പ്രചോദനം നൽകിയത് എൻ്റെ പ്രിയ അനുജൻ ഡോക്ടർ ദിലീപാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു വർഷമായി കോയമ്പത്തൂരിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ വീനസ് ആർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനും പ്രിൻസിപ്പലുമായിരുന്ന എൻ്റെ വന്ദ്യപിതാവും എൻ്റെ ഗുരുവും എല്ലാമായിരുന്ന ആർട്ടിസ്റ്റ് ആർ കൃഷ്ണൻ്റെ ശിക്ഷണത്തിൽ ബികോം കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം അവിടെ തന്നെ ഞാൻ അധ്യാപകനായി. അതിനു മുമ്പ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ആർട്ട് ആൻഡ് പെയിൻറ്റിങ്ങിൽ ഡിപ്ലോമ ഞാൻ നേടിയിരുന്നു. എനിക്ക് അച്ഛനെന്നുപരി എനിക്കൊരു സുഹൃത്തിനെ പോലെയായിരുന്നു എൻ്റെ പിതാവ്. 1989 മുതൽ അച്ഛൻ്റെ അനാരോഗ്യം നിമിത്തം എന്നെ അദ്ദേഹം പ്രിൻസിപ്പലും മാനേജിങ് ഡയറക്ടറുമാക്കി വീനസിൻ്റെ ചുമതല ഏൽപ്പിച്ചു. എൻ്റെ പിതാവിന് 1998 തന്നെ അദ്ദേഹത്തിന് ഞാൻ വാക്ക് കൊടുത്തിരുന്നു ഈ സ്ഥാപനം ഇൻ്റർനാഷണൽ ആക്കുമെന്ന്. അദ്ദേഹം 1999 ജൂണിൽ മരണപ്പെടുന്നു. 97 മുതൽ തന്നെ മാലിയിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമൊക്കെ വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ എത്തിത്തുടങ്ങിയിരുന്നു. അതിൻ്റെ പുറകിൽ ഞാൻ ഒരുപാട് കഠിനമായി അധ്വാനിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അതൊക്കെ എനിക്ക് സക്സസ് ആക്കാൻ കഴിഞ്ഞു. എൻ്റെ പിതാവിന് അത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. കൂടാതെ അമേരിക്കയിലെ ടീച്ച്, മിക്സാന തുടങ്ങിയ ചാരിറ്റബിൾ ഓർഗനൈസേഷനുകളുമായി വീനസിനെ അഫിലിയേറ്റ് ചെയ്തു. ഡിസേബിൾഡ് സ്കൂൾ തുടങ്ങുന്നതിന് ആരംഭമിട്ടു. അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി സർവീസുകൾ ചെയ്തു. സ്വന്തമായി സ്ഥലം വാങ്ങി ബിൽഡിംഗ് ചെയ്യുന്നതിന് ടീച്ച് വഴി ടെലികാസ്റ്റ് ചെയ്ത വീനസിൻ്റെ വീഡിയോ US കാലിഫോർണിയയിൽ നിന്നും ഹെലൻ ക്ലഫ് എന്നീ 2 മദാമ്മമാർ സ്പോൺസർമാരായി വന്നു. പക്ഷേ കൂടെ ഉണ്ടായിരുന്നവർ അത് അട്ടിമറിച്ചു. 1998 ഏപ്രിൽ HIV AIDS ലോകരാഷ്ട്രങ്ങൾ ആദ്യമായി പെയിൻറ്റിംഗ് എക്സിബിഷനൊപ്പം പോസ്റ്റർ അവയർനെസ് വീനസ് ആർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തി. ഇതിന് UNൻ്റെയും UNAIDSൻ്റെയും അന്താരാഷ്ട്ര സംഘടനകളുടെ എല്ലാം അംഗീകാരം ലഭിച്ചിരുന്നു. 2007 വരെയും ഇത് ഞാൻ സ്വന്തം നിലയിൽ തന്നെ തുടർന്നു. സ്ട്രെയിറ്റായി പോയതിനാൽ അഴിമതിക്കാർ എനിക്ക് ഫണ്ട് നൽകിയില്ല. സ്വന്തം പോക്കറ്റിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ബാധ്യത കൊണ്ട് സ്ഥാപനം മുന്നോട്ട് നടത്താൻ കഴിയാത്ത വിധം പ്രതിസന്ധിയിലായി. കൂടാതെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പുതിയ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ തുടങ്ങാത്ത നിമിത്തവും സർക്കാരിൻ്റെ അനാസ്ഥ നിമിത്തവും 2010 എനിക്ക് സ്ഥാപനം സർക്കാരിന് റിക്വസ്റ്റ് കൊടുത്ത് നിർത്തിവെക്കേണ്ടിയും വളരെ വേദനയോടുകൂടെയാണ് ഞാൻ അവിടെ നിന്നും കൊച്ചിയിലേക്ക് പോവുകയും എൻ്റെ അവിടുത്തെ ഒരു സുഹൃത്തിൻ്റെ കമ്പനിയിൽ ഞാൻ ചേരുകയും ചെയ്തു. അവിടെ ഞാൻ പിന്നെ പ്രൊഡക്ഷൻ മാനേജറായി. അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് പിന്നെ വർഷങ്ങൾ അവിടെ അങ്ങനെ കഴിയേണ്ടി വന്നു. ഇപ്പോൾ 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ കോയമ്പത്തൂർ എത്തിയത്. ഇതിൻ്റെ സംരംഭമായി ഇനി ഈ വീനസിനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് വരുന്നതിന് ഒരു പുതിയൊരു രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു.